Hello friends, Food4 People's പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടൊന്നും അല്ല, ഒരുപാട് പേര് ഉണ്ടാക്കിയ ഒരു വീഡിയോ തന്നെയാണ്. എന്നാലും നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് അഫ്ഗാനി ചിക്കൻ. അപ്പോൾ നമുക്ക് അഫ്ഗാനി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ചിക്കനെ. ഒരു പ്രാവശ്യം കഴുകിയെടുത്താണ്, കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി കഴുകിയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ പാടത്തെത്തി മഴ അറിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ മഴ ഇന്നലെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല, ഇന്ന് നല്ല മഴ. അപ്പോൾ നമുക്ക് നന്നായി കഴുകിയെടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ഇതാണ് ഒരു പീസ്. ഇപ്പം ഇങ്ങനെ ഒരു പീസാക്കിയിട്ടാണ് നമ്മൾ, ഇത്രത്തോളം വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. കേട്ടാ ഇടി പൊട്ടുന്നത് കേട്ടാ? ഇടി പൊട്ടുണ്ട്, പെരും മഴ. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ ഒരു കോഴിയിൽ നിന്ന് നമ്മൾ വെറും 4 പീസ് മാത്രം ആക്കുന്നുള്ളൂ കോഴിനെ. അപ്പോൾ ഇതിൻ്റെ കഴുത്ത് ഭാഗം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നല്ല മഴയും തണുത്ത കാറ്റും. അപ്പോൾ വലിയ വലിയ പീസ് ആയതുകൊണ്ട് നമുക്ക് ഇതിലൊന്ന് വരഞ്ഞു കൊടുക്കാം, എന്നാലേ ഇതിൻ്റെ ഉള്ളിലും മസാലയും ബോളും നന്നായി വേകും ചെയ്യുള്ളൂ. ഇത് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ബദാം വെള്ളത്തിട്ട് കുറേ നേരം കുതിർത്ത് വെച്ചാണ്. നമുക്ക് അതിന് തൊലി കളഞ്ഞിട്ട് അതിന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്കിടാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐറ്റം ബദാമും കശുവണ്ടിയും അരച്ചെടുത്തത്. ഇനി വലിയുള്ളി അരച്ചെടുത്തത്, സവാള, ഇനി മല്ലിത്തഴ പുതിന പേസ്റ്റ്, ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇനി അല്പം ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ചാട്ട് മസാല നമ്മുടെ മെയിൻ. ചതച്ചെടുത്ത കുരുമുളക് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി തൈര് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കട്ടി തൈര് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി കസൂരി മേത്തി അല്പം. നല്ല തണുത്ത കാറ്റുണ്ട്, കസൂരി മേത്തി അങ്ങനെ പറന്നുപോയി. പച്ചമുളക് നന്നായി അരച്ചെടുത്തത്. ഇനി ഒരു അടിപൊളി ഫ്രഷ് ക്രീമും കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് മസാല നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഞാൻ വീഡിയോ പറഞ്ഞ പോലെ ഇളക്കാൻ സ്വലാഹാണ് മെയിൻ. അവൻ ഇളക്കണ പോലെ ഇല്ല, ഇളക്കാനാക്കാൻ പറ്റില്ല. ചെറിയൊരു മുറിവുണ്ട് കയ്യിൽ, അതാണ് ഇന്ന് ഇളക്കാത്ത. എരിയും അവന് ചെക്കൻ, ചെറിയ ചെക്കനാണ്. നമ്മൾ നേരത്തെ ഗരം മസാല ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഗരം മസാല ഇപ്പോൾ നമുക്ക് ചേർക്കാം. ഇപ്പോൾ മറന്നുപോയതാണ്, ക്ഷമിക്കണം. ഗരം മസാല കളിക്കോ. ഇത് നമുക്ക് മസാല ചിക്കനിലേക്കാണ് കൊട്ട. ഇനി നമുക്ക് മസാല ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പം മസാലയൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കുറച്ച് നേരം റെസ്റ്റിന് വെക്കാം, ഒരു അരമണിക്കൂർ. നമുക്ക് അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കാൻ ഉരുളി വെക്കാം. ആദ്യം നമുക്ക് ബട്ടർ ഇടാം. അയ്യോ സെറ്റ് സാധനം.
ഇനി അല്പം നെയ്യ് ഒഴിക്കാം. അടുത്ത നമുക്ക് ഈ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആഹാ, മണല്ലേ. കൊള്ളാം. മഴയൊക്കെ ഇപ്പം ഏകദേശം നിന്ന് അല്ലേ? അത് നന്നായി. എന്തായാലും ഇനി നമുക്ക് ഓരോ പീസായിട്ട് തിരിച്ചിടാം. നല്ല മണമുണ്ടല്ലേ? അടിപൊളി മണം. എന്താ മണം മോനെ. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ഈ മസാല കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആഹാ, അഫ്ഗാനി ചിക്കൻ ഇത് തന്നെ സാധനം. എന്താ മണം സുഖല്ലേ. നമുക്ക് മല്ലിത്തഴ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആ, അപ്പോൾ നമ്മളിതിൽ മല്ലിത്താഴ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ നമ്മളിതിൽ ഇട്ടിട്ട് നമ്മളിത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നമ്മളിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കാം. ആഹാ, കാണുമ്പോൾ തന്നെ തിന്നാവുന്നൊരു സുഖില്ലേ. പൊറോട്ട എടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ പൊളിക്കും. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇരുട്ടാവുന്നതിന് മുന്നേ ഇത് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീട്ടിൽ പോവാം. പൊറോട്ട ഗ്രേവിയും ചിക്കൻ. അഫ്ഗാനി ചിക്കൻ ഒരു രക്ഷയില്ല. ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് സംഭവം കിടുകി. സംഭവം ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഇത് കഴിക്കാൻ പൊളിയായിട്ടുണ്ട്. അടിപൊളി സാധനം അല്ലേ. അപ്പോൾ ഒരു പൊറോട്ടൻ്റെ പീസ് എടുത്തിട്ട് ഈ ഇതെന്താ ചിക്കൻ നമ്മളിങ്ങനെ എടുത്ത് ഗ്രേവിയും കൂടെ ഒന്ന് നോക്കി. ഒരു രക്ഷയില്ല, എടുക്കാൻ സാധനം അല്ലേ. അപ്പോൾ ഇരുട്ടാവാനായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അവിടെ ഒന്ന് നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ അത് മാത്രം ചെയ്താൽ പോരാ, അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം ചടപട്ടേന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനിയും നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.